ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് പോരുകോഴി ക്രേസ് ആയിട്ടുള്ള ഒരു യുവ കർഷകനെ നമുക്കിന്ന് പരിചയപ്പെടാം. അയാളുടെ കയ്യിൽ കുറച്ച് ഇനം അസീൽ ഇനത്തിൽപ്പെട്ട ഫാൻസി ടൈപ്പ് പോരുകോഴികളാണ് ഉള്ളത്. നമുക്കത് ഓരോന്നായിട്ട് തന്നെ നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ആദ്യം ഓരോന്നായിട്ട് നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതിനുശേഷം നമുക്ക് കർഷകനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഓരോ കോഴികളുടെ പേരും അതുപോലെ തന്നെ അതിനെ എങ്ങനെ തിരിച്ചറിയാവുന്നുള്ളതും അതിൻ്റെ റേറ്റും എല്ലാം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കാണാം. വരും, നമുക്ക് കാണാം. പോരുകോഴി വളർത്താൻ വേണ്ടി ഒരുപാട് പേര് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. അവർക്കിത് എങ്ങനെയായിരിക്കും തുടങ്ങുന്നത്, അതുപോലെ ഇത് തുടങ്ങിയാൽ നഷ്ടമായിരിക്കുമോ ലാഭമായിരിക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഡൗട്ടായിരിക്കും. അവർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഇത് തീർച്ചയായിട്ടും ഉപയോഗപ്രദമാകുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് നടത്തി വരുന്നവർക്കും ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ടൈപ്പ് പോരുകോഴി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഞാൻ ഈ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തേക്കും. ആ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നമ്പർ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കളക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥലവും അഡ്രസ്സും എല്ലാം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ പാഴ്സലായിട്ട് നിങ്ങൾക്കിത് പാഴ്സൽ സർവീസും അവർക്ക് അവൈലബിൾ ആണ്. അവരങ്ങനെയും കുഞ്ഞ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആദ്യം ഫുള്ളായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. കണ്ടിട്ട് നിങ്ങൾ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കും. നേരത്തെ തന്നെ ഞാൻ ഇതിന് മുന്നേ ഇവരുടെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ ഒരുപാട് പേര് കമൻറ്റിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്പർ ഞാൻ കണ്ടില്ല. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പർ കിട്ടത്തുള്ളൂ. ചിലവരെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം നിങ്ങൾ കണ്ട് ബാക്കി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് നമ്പർ കിട്ടാത്തത്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ ഞാൻ ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് നമ്പർ ഞാൻ കൊടുത്തിരിക്കുന്നതായിരിക്കും. പിന്നെ വന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നേരിൽ വന്നതിന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാനുള്ള സൗകര്യം അവർ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ കോഴിയെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാനുള്ള സൗകര്യം അവർ ചെയ്ത് തരുന്നതായിരിക്കും. ഇതെല്ലാം പോരുകോഴിയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. അവർക്കിപ്പോൾ ഫുഡ് കൊടുത്തിരിക്കുക, അത് കഴിച്ചുകൊണ്ട് നിൽക്കുക ഇവരെല്ലാവരും. ഈ ടൈപ്പ് കുഞ്ഞുങ്ങളാണ് കേട്ടോ അവർ സെയിൽ ചെയ്യുന്നതെല്ലാം. കണ്ടല്ലോ, ഈ ടൈപ്പ് കുഞ്ഞുങ്ങളാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇവിടുന്ന് സെയിൽ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ പാഴ്സലായിട്ട് അവർ അയക്കുമ്പം എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും വരുമെന്നോ നിങ്ങൾക്ക് ഡൗട്ടായിരിക്കും. ഒരു കംപ്ലൈൻറ്റും വരത്തില്ല. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് അവരിൽ നിന്ന് നിങ്ങൾക്കത് മേടിച്ചാൽ മാത്രം മതി. നിങ്ങൾ ആദ്യം തന്നെ അവരുടെ അടുത്ത് ഫോൺ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്ന സമയം അവർ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങനെയാണ് അവർ അയച്ചു തരുന്നതെന്നും ഏതൊക്കെ രീതിയിൽ സേഫ് ചെയ്തായിരിക്കും അവരൊരു കുഞ്ഞിനെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതെന്ന് അവർ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ നിങ്ങൾക്കത് ഫോൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതവർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. ഇതാണ് അവർക്ക് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റ. നമുക്കിനി ഏത് ടൈപ്പ് പോരുകോഴികളാണ് ഇവരുടെ കയ്യിലുള്ളതും അതുപോലെ തന്നെ ഏത് ടൈപ്പ് പോരുകോഴിയുടെ കുഞ്ഞുങ്ങളാണ് ഇവരുടെ കയ്യിൽ സെയിൽസിനായിട്ട് റെഡി ആയിട്ടുള്ളതെന്ന് നമുക്ക് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമുക്കിതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലെല്ലാം നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ ഏതൊക്കെ ടൈപ്പ് കോഴികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്? ഇപ്പോഴ് മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അസീലിന്റെ. അസീൽ തന്നെയാണ്, വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ അന്നത്തേനേക്കാളും കുറച്ച് അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അതിന്റെ കുഞ്ഞുങ്ങളും ഒക്കെ വലുതായി വന്നത്. പിന്നെ പഴയ ഇതിനെയൊക്കെ സെയിൽ ചെയ്തായിരുന്നു, കുറെയൊക്കെ സെയിൽ ചെയ്ത്. പിന്നെ ഒന്ന് നല്ല പ്രായമുള്ള ഒരു 10-15 വയസ്സായ ഒരു പൂനുണ്ടായിരുന്നു, അത് ചത്തുപോയി. പിന്നെ ഇപ്പോഴും കുറച്ച് ബ്രീഡിങ്ങിന് 1-2 നല്ല ടൈപ്പ് ഉണ്ട്. ബാക്കിയൊക്കെ അത്ര ബ്രീഡിങ് പരുവായില്ല. 1 വയസ്സ് 1.5 വയസ്സ് ആ ടൈപ്പിലാണോ? ഇപ്പോഴുള്ളതിൽ നമ്മുടെ ഏറ്റവും പ്രായം ചെന്ന ആശാനെന്ന് പറയുന്നത് ഇതാണ്. പീല വർഗത്തിൽ പെട്ട സാധനമാണ്. വാണ്ടമീലെന്നൊക്കെ പറയും. അതിലൊരു ഗരുഡൻ ലൈനേജ് എന്ന് പറയും. അതിന്റെ പൂവ് വിലയൊക്കെ ഇതാണ്. ഇതൊക്കെ ഏകദേശം ഒരു 3-4 വയസ്സിന് മേലായി. 4 വയസ്സിന് മേലെയായി. നല്ല ഹെവിയാണ്. ഡബിൾ ബോഡി അല്ല, അതിനും ട്രിപ്പിൾ ബോഡി ടൈപ്പ് ആണിത്. അപ്പൊ കാലിന് അതിന്റെ ഇതിന് കാലിന് ഒരു ആണി ഒരു പ്രോബ്ലം ഉണ്ട് കാലിന്. അപ്പം അതുകൊണ്ട് ഇതിന് നടക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഇച്ചിരി ഒരു ഇതാണ് നടക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ആശാന്. ഇതിന്റെ കുട്ടികൾ ഇപ്പൊ ഉണ്ടോ? ഇതിന്റെ കുഞ്ഞുങ്ങളുണ്ട്. എത്ര എമൗണ്ട് എങ്ങനെയാ? ഇത് എമൗണ്ട് ഇത്തിരി ഏജ് ആയതുകൊണ്ട് ഒരു 3000 ആ റേറ്റിനൊക്കെ. കുഞ്ഞുങ്ങൾ എങ്ങനെയാ, ഏതൊക്കെ റേറ്റാ? കുഞ്ഞുങ്ങള് ഓരോ മാസത്തിനനുസരിച്ചാണ്. ഇപ്പോൾ
2 മാസമായ കുഞ്ഞുങ്ങൾ തൊട്ട് സെയിൽ ചെയ്യും. അപ്പോൾ 2 മാസം, പിന്നെ 3 മാസം, 4 മാസം, അങ്ങനെ അതനുസരിച്ചാണ്. അപ്പം 2 മാസമൊക്കെ തൊട്ട് 450 തൊട്ട് സ്റ്റാർട്ട് ആവും. പിന്നെ അടുത്ത ഹാഫ് പൊട്ടമാരി എന്ന് പറയും. ഒരു പൊട്ടമാരി എന്ന് പറയുന്ന ഒരു ടൈപ്പിന്റെ. പൊട്ടമാരി അല്ല, ഹാഫ് പൊട്ടമാരി. പൊട്ടമാരിക്ക് ഇതാ ഈ മിനുക്കൊന്നും അങ്ങനെ വരത്തില്ല. ഏത് ഈ കാണുന്ന മിനുക്കുകളുണ്ട്, ഇതങ്ങനെ കാണത്തില്ല. അതുപോലെ നോർമൽ ഇങ്ങനെ റൗണ്ട് ടൈപ്പ് ആയിരിക്കും ഇവിടെയൊക്കെ വരുന്നത്. പക്ഷെ ഇത് ഒരു പകുതി ടൈപ്പ് ആയതുകൊണ്ട് കുറച്ച് ഇതുണ്ട്. ഇതൊക്കെ എങ്ങനെയാ റേറ്റ്? റേറ്റ് കൂടുതൽ 5 രൂപ. ഇതിന്റെ കുഞ്ഞുങ്ങളുണ്ടല്ലോ ഇപ്പൊ സെയിൽ ചെയ്യാൻ? ആയിട്ടില്ല, 2-3 മാസം ആയത്. 2-3. ഓക്കെ. ഓ, ബ്രീഡിങ്ങിന് വേണ്ടി എടുത്തു. ഇത് എവിടെ നിന്നാണ് ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ എടുക്കുന്നത്, കോഴികളൊക്കെ? തമിഴ്നാട്. ഓക്കെ. ഇവിടെ എങ്ങനെയാ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്നത്? കൂടുതലും കേരളത്തിനകത്തൊക്കെ ആണെങ്കിൽ ഇതിന് ഈ പെറ്റ് ട്രാൻസ്പോർട്ടിന് വേണ്ടി വണ്ടിയുണ്ട്. ഇവിടുന്ന് നമ്മുടെ നെയ്യാറ്റിങ്കരയെന്ന് കാസർഗോഡ് വരെ ഉണ്ട്. അപ്പൊ അതിൽ നമ്മളെ കയറ്റി വിടും. ബോക്സിനകത്ത് എയറെല്ലാം കിടക്കുന്ന രീതിയിൽ പാക്ക് ചെയ്തിട്ട് അവര് കറക്റ്റ് അതിന് വേണ്ടി സജ്ജീകരിച്ചുള്ള വണ്ടിയാണ്. അപ്പൊ അതിൽ കൊണ്ടുപോയിട്ട് ആ സ്ഥലത്ത് നമ്മളിപ്പോ അവരുടെ നമ്പർ, ഇപ്പൊ അവരുടെ നമ്പറെല്ലാം എഴുതി കൊടുക്കും, സ്ഥലമെല്ലാം കൊടുക്കാൻ നേരത്ത് അവരെയും കോൺടാക്ട് ചെയ്യും. അവിടെ എത്താൻ നേരത്ത് അതിന്റെ എമൗണ്ട് അവര് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് അവര് വാങ്ങും. അതങ്ങനെ എടുത്തോളൂ. അങ്ങനെയുള്ളത്. ഇതിന്റെ ഫുഡൊക്കെ എങ്ങനെയാ? ഫുഡ് ഇവിടെ ഇപ്പൊ കൊടുക്കുന്നത് പറഞ്ഞാൽ കമ്പം മില്ലും പിന്നെ പൂരവും കൂടെ. കമ്പം മില്ല് നമ്മുടെ ബാജറ എന്ന് പറയുന്ന ഒരു സാധനം, അതും പൂരവും കൂടെയാണ് കൊടുക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ചിലപ്പോഴും മറ്റേ തവിടും കടലപ്പിണ്ണൊക്കെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. മാക്സിമം അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക്. ഇതിനെല്ലാത്തിനും കമ്പും ബാജറയാണ് കൊടുക്കുന്നത്. കമ്പും ബാജറ. ഓക്കെ. ഇന്നിപ്പോ ഇത് സാധനം തീർന്നു. അങ്ങനെ ഇത് ഏത് ഇനത്തിൽപ്പെട്ടതാ? ഇത് ജാവ എന്ന് പറയും. ജാവ. ഓക്കെ, പറഞ്ഞോളൂ. ഇത് ജാവ എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ ഇത് കുറച്ച് കളർ കൂടെ കൊള്ളാം, നല്ല കുറച്ച് ഭംഗിയുള്ള ഒരു ടൈപ്പ് കളറാണ്. ഇതൊക്കെ എങ്ങനെയാ റേറ്റ്? ഇത് ഒരു 3-4 രൂപ. ഇതിന്റെ കുഞ്ഞുണ്ടോ? ഇതിന്റെ കുഞ്ഞുങ്ങൾ സെയിൽ ചെയ്യാനുണ്ടോ? ഇതിന്റെ കുഞ്ഞുങ്ങൾ 1-2 അവിടെ നിൽപ്പുണ്ട്. ഇതാ നിൽക്കുന്ന ഒന്ന്. ഈ ടൈപ്പ് ഇത് എന്റെ ഒരു കുഞ്ഞാണ്. ആളിത്തിരി ദേശക്കാനാണ്. കണ്ട സാധനം കണക്ക് ഇരിക്കുമെങ്കിലും ചിലപ്പോഴും നമ്മളടുത്തും കയറി ചൂടാവും. ഇതിനെത്ര വയസ്സായി? ഇതിപ്പോ ഒരു 2 വയസ്സിനകത്ത്. ഇതിന്റെ ഈ മുള്ള് ഇതാണ്. ഈ സാധനം ഇത്തിരി പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു ടൈപ്പാണ്. അത് വെട്ടിവിടും? ഇല്ല, വെട്ടത്തില്ല. ഇത് തനിയെ ഇങ്ങനെ വന്നിട്ട് ഇതങ്ങനെ ഇളവി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ പുറത്തുള്ളത് തോട് കണക്ക് ഇളവി അങ്ങ്. അത് ഇളവി പോവല്ലേ? ഇപ്പോഴേ കുറച്ച് ദിവസമായി ഇങ്ങനെ ഒന്ന് ഇളവി പോയിട്ട്. അതാണ് ഇത്ര ഷാർപ്പല്ലാതെ. ഇതിപ്പോ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഞാനിത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-20 വർഷത്തിന് മേളിലായി. യഥാർത്ഥത്തില് ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞാൻ ഈ പോരുവഴി കമ്പം തുടങ്ങുന്നത്. അപ്പോഴേ വളർത്ത് തുടങ്ങിയതാണ്. പക്ഷെ അന്നൊന്നും ഒരുപാടില്ലായിരുന്നു, 1-2 അങ്ങനെയൊക്കെ ഉള്ള ഇതായിരുന്നു. പിന്നെ ഒരു 10-15-20 വർഷം ആയി കുറച്ച് കൂടുതലായിട്ട് വന്നിട്ട്. ഇപ്പൊ എന്ത് വേറെ ജോലിയുണ്ടോ? വണ്ടി ഓടിക്കാനും ഒക്കെ പോവും. പിന്നെ ഇതേത് ടൈപ്പാ? ഇത് വൈറ്റ് ഫൈറ്റർ ആണ്. ഇത് ഈ നിൽക്കുന്നത് ഈ കളറിന്റെ ഈ പീല എന്ന് പറയുന്ന ഒരു വംശമുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു കുറച്ച് ഇതിന്റെ കളറിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അതിന് ഒരു ഗോൾഡൻ കളർ.
ഇത് കുഞ്ഞാണല്ലേ? ഇത് കറക്റ്റ് ഗോൾഡൻ കളറില്ല ഒരു പീല. നല്ല ഗോൾഡൻ കളറാവും. വൈറ്റ് എല്ലാം അങ്ങ് മറഞ്ഞ് ഫുള്ള് ഗോൾഡ് ആവും. ഗോൾഡൻ കളറാവും. അപ്പൊ ഇതിന്റെ ഒരു പെട ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അതിന്റെ പെടയ്ക്കും ഈ ടൈപ്പും കൂടെ വീണ കുഞ്ഞാണ്. പക്ഷെ ഇവ വീണപ്പോഴേ കറക്റ്റ് പ്യുവർ വൈറ്റ് ആയി. എങ്കിലും ഈ കണ്ട ഇവിടെ ആ ഒരു ഗോൾഡൻ കളറിന്റെ ഇത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ട. ഓക്കെ ഓക്കെ. ഇത് ഇവിടെ തന്നെ വിരിഞ്ഞ കുഞ്ഞാണല്ലേ? ഇതെല്ലാം ഇവിടെ തന്നെ വിരിഞ്ഞതാണ്. ഈ കളർ ഫുൾ അങ്ങ് യെല്ലോ കളറാവും. യെല്ലോ. ഓക്കെ. ഇനിയിപ്പോ എത്രയായി കാണും? ഇതിപ്പോ ഒരു 8-9 മാസമായതേ ഉള്ളൂ. ഓക്കെ. ഇത് സെയിൽ ചെയ്യാനാണ് ഇട്ടിരിക്കുന്നത് അതോ? സെയിൽ ചെയ്യാനായിരുന്നു. പക്ഷെ ഇതിപ്പം വന്നപ്പോ ഒരു റയർ കളർ ഒരു വൈറ്റ് എന്നേ ഉള്ളൂ. പിന്നെ ഒരു ഭംഗിയുണ്ട് കാണുന്നവരെല്ലാം വൈറ്റ് കൊള്ളാന്ന് ഇങ്ങനെ പറയും കളറ്. അത് കാണാനൊരു ദിവസത്തിന് വേണ്ടി അങ്ങനെ. ഈ ടൈപ്പ് കുഞ്ഞുങ്ങളുണ്ടല്ലോ? ഇതിന്റെ കുഞ്ഞ് ആയില്ല. നമ്മളങ്ങനെ ബ്രീഡിങ്ങിന് വേണ്ടി ഇടത്തില്ല. 2.5 വയസ്സൊക്കെ ആയിട്ടാണ് സാധാരണ ബ്രീഡിങ്ങിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഓക്കെ. ഇന്ന് പെടക്കോഴികളുണ്ടോ പോര്? സെയിലിനും ഉണ്ടല്ലോ. സെയിലിനില്ല. കുറച്ചു. ഓക്കെ. പെടകളും നമുക്ക് എല്ലാം കൂടെ ഇതിനെ തുറന്നു വിടാനുള്ള സൗകര്യം. നാടൻ കോഴികളെ പോലെ അല്ലേ, അവരെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവര് തമ്മില് ഭയങ്കര ഫൈറ്റ്. ഓക്കെ. ഫൈറ്റൊക്കെ ചെയ്ത് ചിലപ്പോ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഓക്കെ. നമുക്ക് ഈ കോഴികളുടെ വേറെ കോഴിയിട്ട് വളർത്താൻ പറ്റത്തില്ലല്ലോ, നാടൻ കോഴി അങ്ങനെയൊന്നും? വളർത്തിയ ഇതാണ്, ഇത് മാക്സിമം ഉപദ്രവിക്കും. എന്റെ കൂടെ അതിന്റെ കൂട്ടിലൊന്നും അടയ്ക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട് ഇതിനൊക്കെ. അതാണ് ഈ സെപ്പറേറ്റ് ഓരോ കൂടാക്കി അവരെല്ലാരും കൂടെ ഒരുമിച്ച് അങ്ങ് തുറന്നു വിടാനും പറ്റത്തില്ല. തമ്മില് അടി പിടിക്കളയും. കുഞ്ഞുങ്ങളായാലും നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഒരാൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ ഇതിനൊക്കെ തുറന്നു വിടാനും പറ്റത്തുള്ളൂ. കൂട്ടിൽ സെപ്പറേറ്റ് ഇട്ടേ. ഇത് ഗുംസ എന്ന് പറയും. ഗുംസ എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. അതിന് ഗുംസ എന്ന് പറയുന്നത് ഇതിന് ഈ മുള്ള് വരത്തില്ല. ഈ മുള്ള് വരത്തില്ല. അപ്പൊ അതിനൊക്കെ ഞാൻ ആ ജാവയ്ക്കൊക്കെ കാണിച്ചില്ലേ വളർന്നു വരുന്ന ആ ടൈപ്പ് അല്ല ഇത്. ഈ മുള്ള് ഇല്ലാത്ത ടൈപ്പാണ് ഇതിന് ഗുംസ എന്ന് പറയുന്നത്. എന്റെ കാലൊക്കെ കുറച്ചുകൂടെ കനവും ഒക്കെ വരും. കോഴിയും മറ്റേ ത്രിബിൾ ബോഡി ടൈപ്പ് എന്ന് പറയും. നല്ല സൈസാണ്. ഇത് കഴുത്തൊക്കെ നല്ല കനമുണ്ട്. കാല് നല്ല കനമുള്ള ടൈപ്പ്. ഇതിന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ അവൈലബിൾ ആണോ? ഇല്ല, ഇതിന്റെ കുഞ്ഞുങ്ങളില്ല. ഇത് ഇനി ഒരു കുറച്ച് ഇതിപ്പോ പ്രായമൊന്നും ആയില്ല. എത്രയായി? 1.5 വയസ്സ്. അപ്പൊ ഇനി ഒരു 2 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളാവത്തുള്ളൂ. ഫുഡൊക്കെ കഴിച്ച്. ഇതിന്ന് എങ്ങനെയാ വരുമാനം? നല്ല വരുമാനമാണോ അതോ? ഇതിന്ന് അങ്ങനെ വരുമാനം എന്ന് പറയാനില്ല. ഇല്ല. ഇതൊരു ക്രൈസ് നമുക്ക്. അന്ന് ഇതിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇല്ല, ഈ ചിലർക്കില്ല ഈ ബുള്ളറ്റ് ഇങ്ങനെയൊക്കെ ഉള്ള അതേപോലത്തെ ഒരു ഇതാണ്. ഒരു നമ്മൾ എവിടെന്നെങ്കിലും കണ്ടൊന്ന് വാങ്ങിച്ച് വളർത്തിപ്പോയി കഴിഞ്ഞാൽ ഇനി മൊത്തം ഇത് വിറ്റാലും ശരി തന്നെ നമ്മൾ എവിടെന്നെങ്കിലും കണ്ടു കഴിയുമ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു. അതുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിലങ്ങ് വളർത്തുന്നതാണ്. അല്ല ഇതിൽ വലിയ മെച്ചമൊന്നുമില്ല. കാരണം ഈ ബാജരയും അത് സാധനം ഇപ്പൊ അങ്ങനെ കിട്ടാനില്ല. ഇത് പോയി എടുക്കണമെങ്കിൽ തന്നെ തിരുവനന്തപുരത്ത് ഇവിടെ നിന്ന് 19 കിലോമീറ്റർ ദൂരെ പോയി വേണം ഇതിനെ എടുത്തിട്ട് വരാൻ. മാസം ഒരു 3 ചാക്ക് ബാജര വേണം. പിന്നെ ഇതിന്റെ വൈറ്റമിൻസ് ഇതെല്ലാം കൂടെ ഒക്കെ ആവാൻ നേരത്ത് മാസം നല്ല എമൗണ്ട് ആവും. അപ്പൊ നമ്മൾ പിന്നെ സെയിലിന് ഇടാൻ നേരത്ത് കുറെ പേരുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ടൈപ്പ് ആൾക്കാരും ഉണ്ട്. വീഡിയോ ഇട് നമ്മളിവിടെ ചിലപ്പോ എന്തെങ്കിലും ആവശ്യത്തിന് പോവാൻ നിൽക്കുമ്പോഴായിരിക്കും വന്ന് ഇതൊക്കെ എടുത്തിട്ട് വീഡിയോ എടുത്തിടുന്നത്. നേരത്ത് പിന്നെ അവര് അതിന്റെ റേറ്റ് ഒക്കത്തില്ല. നമുക്ക് അതിന്റെ ആ മുതലാവുന്ന റേറ്റ് പറഞ്ഞങ്ങനെ വാങ്ങാനും പറ്റില്ല. അപ്പോഴ് ചിലതൊക്കെ നഷ്ടം വന്നു പോകും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഉപയോഗം എന്ന് പറയാൻ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഒരു ചിലപ്പോ നമ്മളില്ല ഒരു ചിട്ടിയെ കിട്ടും പോലെ എന്തെങ്കിലും അത്യാവശ്യ സമയം വരാൻ നേരത്ത് നമുക്ക് ഇതെടുത്ത് സെയിൽ ചെയ്യാം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ഇത് തുടങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരാണല്ലോ, അവരുടെ എന്താ പറയാനുള്ളത്? അവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇതല്ല ഏതായാലും ശരി തന്നെ. നമ്മളിപ്പോ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ജോലിക്കൊക്കെ പോയിട്ട് വന്ന ആൾക്കാര് കുട്ടപ്പനായിട്ട് വെളിയിറങ്ങി ഇങ്ങനെ കളത്തിനയിലൊക്കെ പോയിരുന്ന് കഥയും പറഞ്ഞ് ചുമ്മാ അതിന്റെ ആവശ്യമില്ല. നമ്മള് വീട്ടിൽ ഇരുന്ന് വീട്ടിലുള്ള എന്തെങ്കിലും ഇതാണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ 2 മുട്ടയിലും എടുത്ത് കൊച്ചുങ്ങൾക്കായാലും പൊരിച്ച് കഴിക്കാൻ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. എന്തെങ്കിലും വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇപ്പൊ വീട്ടില് നമ്മുടെ വൈഫായാലും ലേഡീസ് ആയാലും പ്രായമുള്ള ആരെങ്കിലും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിനുള്ള കാര്യങ്ങൾ കുറച്ച് കയ്യിൽ പൈസ കിട്ടും. അത്രേ ഉള്ളൂ. ഒരു മുട്ട എങ്ങനെയാ കോഴി ഇടുന്നത്? ഇത് നാടൻ കോഴി പോലെ ഇത് തന്നെ. ഒരു ചിലത് 12 ഇടും, 17 ഇടും, അങ്ങനെയാണ് ഇടുന്നത്. എന്നിട്ട് നാടൻ കോഴി പോലെ തന്നെ അടയിരിക്കും.
പിന്നെ കുറച്ച് ഹെവി ആണെന്നേ ഉള്ളൂ, നാടനെ പോലെ അല്ല, കുറച്ച് ഹെവിയാണ്. ഹെവി ആയിരിക്കും. എല്ലാം ഒരു ചിലപ്പം ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ 3-4 കിലോ കയറി വന്നാലേ, അപ്പൊ അത്ര വെയിറ്റ് ആക്കി നിർത്താനും പറ്റത്തില്ല. ഒരു 2-2.5 റൈസിനൊക്കെ നിർത്തും. ഇതിന് അരി ഗോതമ്പ് അങ്ങനെയൊന്നും കൊടുക്കത്തില്ല? അങ്ങനെ കൊടുക്കുന്നവരുണ്ട്, അങ്ങനെ കൊടുക്കുന്നവർക്ക് നമ്മളിപ്പോ ഈ അരിയൊക്കെ എന്ന് പറഞ്ഞ റേഷൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വില കുറച്ച് കിട്ടും. അവർക്കൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ഒരു കോഴിയൊക്കെ എടുത്ത് ഇതൊക്കെ ഒരു 1000 രൂപയ്ക്ക് കൊടുത്താലും 1500 രൂപയ്ക്ക് കൊടുത്താലും വലിയ പ്രശ്നമില്ല. കാരണം അത്ര എമൗണ്ട് ആവുന്നില്ല ഈ ഫുഡിന്റെ. ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നല്ല ഫുഡ് കൊടുക്കണേ കൊണ്ട് അതിനനുസരിച്ച് ഉള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ചാണ് ഞാൻ വില വാങ്ങുന്നത്. അല്ലാതെ പിന്നെ ഈ വലുതായിട്ട് വില വെച്ചാലും നിൽക്കൂല. എനിക്ക് മുതലാവണ വില ഞാൻ പറയുള്ളൂ, അങ്ങനെയാണെങ്കിലേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ശരിയാ പോട്ടെന്ന് പറയും. പിന്നെ ഇതും പീല വംശമാണ്. ഇവരൊക്കെ ഇച്ചിരി ഈ ദേഷ്യം കൂടുതലുള്ള ടൈപ്പുകൾ. ഇതിന്റെയൊക്കെ കുഞ്ഞുങ്ങളായാലും ശരി തന്നെ, നമ്മള് കുഞ്ഞുങ്ങൾ വിരിയിപ്പിച്ച് ഒരു 2 മാസം കഴിയുമ്പോൾ തന്നെ ഇവന്മാര് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൊത്തുപിടിക്കളെ. കുഞ്ഞുങ്ങളുമായിട്ട് കൊത്തുകൂടും. കുഞ്ഞുങ്ങളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടി, കുഞ്ഞുങ്ങൾ പരസ്പരം കൊത്തുകൂടി. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ചിട്ട് ഇവിടെ അങ്ങനെ വലിയ കേസുകൾ അങ്ങനെ വന്നിട്ടില്ല. അവർ എത്ര മാസമാകുമ്പോൾ തന്നെ മാറ്റി ഇടേണ്ടി വരും? ഇത് 2 മാസമൊക്കെ ആയി തുടങ്ങുമ്പോൾ തന്നെ മാറ്റേണ്ടി വരും. അതായത് ഇതിൽ ഈ പ്രശ്നക്കാരായിട്ടുള്ള നമ്മള് സെപ്പറേറ്റ് മാറ്റേണ്ട. അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ കിട്ടത്തില്ല. ഓക്കെ, ഇതുപോലെ സെപ്പറേറ്റ് അറകളാക്കിയാണ് നിർത്തുന്നതല്ലേ? പിടക്കോഴികളും പരസ്പരം നല്ല കൊത്താണല്ലേ? കൊത്താണ്. ചിലര് മാത്രം ഒരുമിച്ചൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, ഇത് ഏത് ഇനത്തിലുള്ളതാ? പിന്നെ ഒരു ചെറിയ വ്യത്യാസം ഇതിന്റെ കാലെന്ന് പറയുന്നത് അങ്ങനെയൊക്കെ പല ഇനമുണ്ട് കേട്ടോ. ചിലതിന്റെ ഈ കാലിന്റെ ഏതാണ്ട് ഈ വരിക്ക് ഇതൊക്കെ നോക്കിയിട്ടാണ് ഇതിന്റെ റേറ്റുകൾ മാറുന്നത്. ഇതിന്റെ ഈ മുള്ള് ഇത് ഇങ്ങനെ റൗണ്ട് ടൈപ്പ് മുള്ള, ഇത് പരന്ന് പോകുന്ന ടൈപ്പ് മുള്ള. ഇത് മറ്റേ ചതുരക്കാലാണ്. കറക്റ്റ് ടൈപ്പാണ്. അതാണ് ഇതിന്റെ. അപ്പൊ ഇതിനൊക്കെ റേറ്റ് മാറി വരും. ഇതൊക്കെ റെയറാണ്, അങ്ങനെ ഒരുപാട് ഇല്ല. പിന്നെ കറക്റ്റ് കണ്ണ് എല്ലാ പുള്ളി കണ്ണ്, ഈ കോഴിയുടെ കളർ കണ്ണ്. ഇതും പീല വംശത്തിൽ തന്നെയല്ലോ? അങ്ങനെ കൂടുതൽ അതാണുള്ളത്. ഇതിപ്പോ ഒരു 1.5 വയസ്സ്. ഇപ്പൊ ഉള്ളത് ഏകദേശം 1 വയസ്സിന് 1.5 വയസ്സിനകത്ത് തന്നെയല്ലേ എല്ലാം? ഒരു 1.5 വയസ്സിനകത്തുള്ള. ഇതിലിപ്പം ഒരു 2 ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടേക്കണ ഈ ഹാഫ് ഒട്ടമാരി, ഇതും മറ്റേതുമാണ്. മറ്റേതാ 2 പേരാണ് ബ്രീഡിങ്ങിന് വേണ്ടി മാറ്റി. ഒരു 3 വയസ്സിനകത്തേ ഉള്ളൂ. 4 വയസ്സ്. ഓക്കെ, ബാക്കിയെല്ലാം സെയിലിന് വേണ്ടിയിരിക്കുന്നത് തന്നെ. ഏതാ? കാൽപെസ്ര. ഓക്കെ. ഇതിന്റെ ഒരു നല്ല കൂടിയൊരു ചാവലുണ്ട്. അതിന്റെ കുഞ്ഞുങ്ങളാണ്. ഈ കാലിൽ കണ്ടത് ഇതേപോലെ ഈ തൂവൽ ഇങ്ങനെ വരുന്നത്. കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഒരു. ഇതിന്റെ പേരെന്തോ? കാൽപെസ്ര. ഓക്കെ. ഇതിന്റെ പൂവനെ കൊടുത്തായിരുന്നു? കൊടുത്തു. സെയിൽ. കുഞ്ഞുങ്ങൾ ഇനി ഒരു 3 കുഞ്ഞുണ്ടല്ലേ? സെയിൽ ചെയ്യുന്നില്ല. കാരണം 3 ഉള്ളു. അപ്പൊ നമ്മൾ വലുതാക്കി എടുക്കണം. ഓക്കെ. വലുതായി കിട്ടണമെങ്കിൽ 1-2. ഓ, ഇത് പെടയാ. ഇത് ഏതാ? ഇത് സീതാപ്പുള്ളി എന്നൊക്കെ പറയുന്നതാണ്. നല്ല സീതാപ്പുള്ളി. ഇതിന്റെ കുഞ്ഞുങ്ങളോ? ഇതിന്റെ കുഞ്ഞുണ്ട്. 1-2 ഉള്ളു ഇവിടെ. ഇതിപ്പോ മുട്ടയിട്ടോണ്ടിരിക്കുകയാണ്.
ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടന്മാരി ആ ചാവല് നേരത്തെ കാണിച്ച ആ ചാവലിന്റെ ഇതും ഞാനിപ്പോ ഒരു ചതുരക്കാലെന്ന് പറഞ്ഞില്ലേ, ചതുരക്കാല് അങ്ങനത്തെ കാലാണ്, ആ ടൈപ്പാണിത്. അപ്പൊ അതിന്റെ കൂടെ ഇട്ട് കുഞ്ഞെടുക്കാനായിട്ട് കൊണ്ടുവന്നത്. ഈ സാധനം കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെയൊക്കെ പോയി ഇതിന്റെ ഈ കറക്റ്റ് ആ ഇനം നോക്കി എടുത്തോണ്ട് വന്നാണ് ഞാൻ ബ്രീഡ് എടുത്തിട്ട് ബ്രീഡ് ചെയ്യുന്നതല്ല. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് അത്രയും യാത്രാ ചെലവ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇപ്പൊ ഒരുപാട് ദൂരെയൊക്കെ പോകാൻ നേരത്തെ അതനുസരിച്ച് ട്രാൻസ്പോർട്ടിങ് ചാർജ് ഞാൻ സ്വന്തമായിട്ട് പോയി നോക്കി എടുത്താണ് വരുന്നത്. അവിടെ നിന്ന് കയറ്റി അയക്കി അങ്ങനെയുള്ള ഇതൊന്നും അല്ല. നമ്മള് കാറൊക്കെ എടുത്ത് അതുവരെയൊക്കെ പോകുമ്പോൾ അതനുസരിച്ചുള്ള റേറ്റ്. അപ്പൊ അതൊക്കെ വിലകളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അപ്പൊ ക്വാളിറ്റി ഉള്ളതിന് അതിൻ്റെതായ വില വാങ്ങുന്നുണ്ട്. അപ്പം ഇത് അതെ, ഇത് കന്നക്കെട്ട് ഇവിടെ എന്ന് പറയുന്നത് ഇത് കണ്ടോ, കന്നത്ത് ഇങ്ങനെ തൂവലുള്ളത്. അപ്പൊ ആ പൂവന്റെ അതേ മെത്തേഡ് ഇതാണ്. അപ്പൊ ഇതിന് ഇനി ഒരു 2-2.5 വയസ്സൊക്കെ കഴിയുമ്പോ അതിന്റെ കൂടെ പെയർ ചെയ്യും. ഇതും മുട്ടയിട്ടു. ഇത് അടയായി തുടങ്ങി. അപ്പൊ ഇനി മുട്ട ഇരിപ്പുണ്ട് ഇതിന്റെ. ഓക്കെ. ഇതേതേനാണ്? ഇതും ഇതേപോലെയാണ്. ഈ വാണ്ടമില എന്ന് പറയുന്ന ടൈപ്പിലാണ്. അതിലെ കറക്റ്റ് ചോക്ലേറ്റ് കളർ, ഫുൾ കളറാണ്. ഇതിന് ബ്ലാക്ക് ഇല്ല, ഇതെല്ലാം ചോക്ലേറ്റ് ഡാർക്ക് കളർ. കോഴികളെല്ലാം പ്രത്യേകത അതാണ്. നമുക്ക് വേറെയൊക്കെ നമുക്ക് പോയി നോക്കാൻ നേരത്തെ മനസ്സിലായി. ഈ കോഴിയുടെ ചിലപ്പോൾ ഇതുവരെ ചുവപ്പായിരിക്കും, ഇത് ബ്ലാക്ക് ആയിരിക്കും. വാല് ചിലപ്പോൾ തലയുടെ ഇത് ഫുൾ ബ്ലാക്ക് ആയിരിക്കും. അങ്ങനെ പല കളർ. പക്ഷെ ഇതങ്ങനെയല്ല. ഇവിടുത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി ഇതിന്റെ കളർ. വാലും ആ കോഴിയുടെ ബോഡി കളർ എല്ലാം ഒരേ കണക്കിന് കാണും. ഇത്തിരി ചട്ടമ്പിയാണ് കേട്ടോ. ഇത് എന്റെ അടുത്തും ചില സമയത്ത് ഇതിന് ഒരു കണ്ണേ ഉള്ളൂ. ഒരു കണ്ണേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ദേഷ്യം കൂടെ ഉണ്ട് ആ സാധനം. അതുകൊണ്ട് ഈ ചിലത് ഇങ്ങനെ ഈ കണ്ണിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പറ്റുന്ന ചിലപ്പോൾ ഈ ശ്രദ്ധിക്കാതെയൊക്കെ വേറെ ഏതെങ്കിലും കൊത്തുവിടുന്നതാവോ. നമ്മൾ ചിലപ്പോൾ കൂട്ടിന്ന് തന്നെ തുറന്ന് വെളിയിലായി പോവേ, ഇത് പുറത്ത് നിന്ന് കൊത്തേക്കെ ചെയ്യാൻ കൂട്ടിന്റെ കൊളുത്തള അങ്ങനെ ചെയ്ത് ഇത് വെളിയിൽ ചാടിക്കളെ. അങ്ങനെയൊക്കെ അഥവാ ചിലപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇങ്ങനെ പോയിട്ട് വരുമ്പോഴത്തന്നെ ചിലപ്പോൾ പെട്ടെന്ന് പരസ്പരം കൊത്തുകൂടി അങ്ങനെയുള്ളൊരു കേസ് ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാം നല്ല ഓപ്പൺ ആയിട്ട് കിടക്കില്ല. ഇവിടെ കീരിശല്യം അങ്ങനെ ഒന്നുമില്ല. ഉണ്ട്. ഇന്നലെയും കീരി വന്നു. അപ്പൊ പിന്നെ നമുക്ക് കണ്ട ഈ രാജപാളയത്ത് ഒരു രാജപാളയം ഉണ്ടാവുന്നുണ്ട്. തുറന്നു വിടും. ഇത് അതിനെ ഓട്ടിച്ചിട്ടൊക്കെ വലുതായിട്ട് അകത്തോട്ട് കയറി ഒന്നിനെ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല. എന്നാലും വരും. ആ കാട്ടിനിടയിൽ വരും. മുമ്പ് പാക്കാൻ വരെ വന്നിട്ടുണ്ട്. ഇതുവരെ വന്ന് ഈ സമയത്ത് 4-5 മണിയായ സമയത്ത് വന്നിട്ട് പിടിക്കാൻ വന്നിട്ടുണ്ട്. അന്ന് ഇത് ഓട്ടിച്ച് അങ്ങനെ പിന്നെ അതിനുശേഷം അതിന്റെ ശല്യം. ഓക്കെ. ഇത് മറ്റേ പൊട്ടമാരി ആ ഒരു കോഴി. ഇത് നല്ല കണ്ണൊക്കെ നല്ല കോഴിയാണ്. കളർ നല്ലൊരു പ്രത്യേക വെറൈറ്റി കളറാണ്. ഡാർക്ക് ചാമ്പ കളറാണ്. എല്ലാം ഒറ്റ കളറാണ് കോഴിയുടെ. ഫുൾ ബോഡി ഒറ്റ കളറായിരിക്കും കോഴികളെല്ലാം. ഇതിന്റെയൊക്കെ കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഇതിന്റെയൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. പിന്നെ ഈ നടക്കുന്ന ഇതൊക്കെ എത്ര മാസമായതാ? ഇത് ഒരു 6 മാസം കൂവിയില്ല. ഓക്കെ. ഇതൊക്കെ മിക്കതും പൂവന്മാരാണല്ലേ കൂടുതലുള്ളത്? പൂവന്മാരാ. ബാക്കിയെല്ലാം പൂവന്മാരാണല്ലേ? ഓക്കെ. ഇത് അറമുള്ളൻ എന്ന് പറയുന്ന ഒരു സാധനം. അറമുള്ളൻ
ഇതിപ്പോ ഈ ഇതിന് ഒരു ഓരോ ടൈമുണ്ട്. ആ ടൈം അനുസരിച്ച് ഇതിന്റെ ഈ തൂവലുകൾ മൊത്തം അങ്ങ് പൊഴിഞ്ഞിട്ട് പുതിയ തൂവല് ഒന്നേന്ന് പൊടിച്ചു വരും. അപ്പൊ ഇതിപ്പോ അങ്ങനെ ആ സ്റ്റേജിലാണ് എല്ലാം പൊഴിഞ്ഞു തുടങ്ങിയല്ലേ? അല്ല, പൊഴിഞ്ഞു പോയിട്ട് പുതിയത് വരുന്നത്. ഇത് പുതിയത് വരുന്ന ടൈമിന് ബോഡിക്കൊക്കെ നല്ല പെയിൻ ആയിരിക്കും. കാരണം ഇതെല്ലാം പച്ച തൂവലായിരിക്കും, ഡെഡായിട്ട് ഇരിക്കുന്ന ഇതാണ് ഇതിന്റെ ഈ തൂവലിന്റെ ഉണ്ടല്ലോ, അത് മുറ്റി വരത്തില്ല. അതായതിനു ശേഷം ആശാന്റെ ഒരു ഇത് മാറല്ലേ, എടുക്കുമ്പോൾ തന്നെ അതിന് ചെറിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇതിന്റെ മുള്ളിൽ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ ഇറങ്ങും. തിരിഞ്ഞിറങ്ങും ഇങ്ങനെ. ഇതൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ആരാ നോക്കുന്നത് ഇവിടെ? ഹെൽപ്പ് ജോലിക്ക് പോകുന്ന സമയത്ത് വൈഫിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞേക്ക് ഒന്ന് തുറന്നൊക്കെ വിടണേന്ന് പറയും. വൈഫ് തന്നെ തുറന്നൊക്കെ വിട്ട് തീറ്റയൊക്കെ വയ്ക്കും. അതായത് ഒറ്റയ്ക്ക് വലിയ പാടാണ്. നമ്മളെന്തായാലും ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ എല്ലാം കൂടെ നടക്കത്തില്ല. ഓക്കെ. കുട്ടികൾ എത്ര പേരാ? നിങ്ങൾ രണ്ടുപേര്. ഇത് ഇളയവനാണല്ലേ? രണ്ടാമത്തെ ആള്. ഹെൽപ്പ് ചെയ്യുമല്ലേ? പിന്നെ ഇത് ഇതിന്റെ ഇപ്പൊ വിരിഞ്ഞത് ഇതെല്ലാം അതിന്റെ കുഞ്ഞുങ്ങളാണ്. ഒരു ബ്രീഡർ ഉണ്ടല്ലോ, ഗരുഡൻ. അതിന്റെ കുഞ്ഞുങ്ങളാണല്ലേ? പാരറ്റ് നോസിന്റെ 15,000 മേലെ കുഞ്ഞുങ്ങളെല്ലാം അതൊക്കെ വരുന്നതാണ്. 4-5 മാസമൊക്കെ ആവുന്നതൊക്കെ നല്ല റേറ്റാണ്. ക്വാളിറ്റി ഉള്ളതാണ് നല്ല റേറ്റാണ്. പാരറ്റ് നോസ് നമ്മുടെ ഇവിടെ കൊണ്ടുവന്നാലും നട വെച്ച് വിരിക്കാൻ പറ്റും. പക്ഷേ ഇത് ഇച്ചിരി നമ്മള് ഈ കോഴികളെ പോലെ അല്ല. ഒരു ഇതൊക്കെ തുറന്നൊക്കെ വിട്ട് കഴിഞ്ഞാൽ വേറെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. എനിക്ക് ഈ 10-20 വർഷം ഞാൻ വളർത്തിയതില് എനിക്ക് ഇതുവരെ ഈ കോഴിത്തീനൊന്നും അങ്ങനെ വന്ന് ദൈവത്തിന്റെ സഹായത്തിൽ അങ്ങനെ ഒരു ഇതിനൊന്നും വന്നിട്ടില്ല. അല്ല, അങ്ങനെ തീന കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നാടനൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നാടൻ കോഴികൾക്ക് എല്ലാം കൂടെ പറ്റത്തോടെയൊക്കെ അങ്ങ് പോകും. അതുകൊണ്ടാണ് പിന്നെ ഇതിനെ നിർത്തിയത്. മറ്റേ പാരറ്റ് നോസിന് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റിന്റെ ആണോന്ന് അറിയത്തില്ല, ഈ പെട്ടെന്ന് കഫം കയറുന്ന ടൈപ്പാണ്. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് അത് ഇത്തിരി ഇതാണ്, ബുദ്ധിമുട്ടാണ്. പൈസ ലക്ഷങ്ങളൊക്കെ പോയി പാരറ്റ് നോസിന് വന്ന് അങ്ങ് പോകും. പിന്നെ യവന്മാരൂടെ തുറന്നു വിടാനും പറ്റത്തില്ല. ഇത് വരട്ടും. അങ്ങനെയൊക്കെ വരുന്ന പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു വളർച്ചയും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരും. പെട്ടെന്ന് കൂവത്തില്ല, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിനെ ഞാൻ പിന്നെ പടയുള്ളൂ. ചോദിക്കുകയാണെങ്കിൽ അതിനെ കൊടുക്കും. നല്ല വിലയുള്ള പടയാണ്. 12,000 വിലയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ സെയിൽ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഒരു പൂവനെ എവിടെന്നെങ്കിലും എടുത്തിട്ട് പേര് ചെയ്യിപ്പിക്കാൻ. പിന്നെ ഇനിയിപ്പോ കൂടുകളെ കുറെ സൗകര്യം കുറവാണ്. അടിക്കണം. ഈ കുഞ്ഞുങ്ങളെല്ലാം ഇനി കുറച്ചുകൂടെ ഒക്കെ ആകുമ്പോ ഒരു തമ്മില് കൊത്തുകൂടും. നമുക്ക് മാറ്റിയിടാൻ തമ്മിൽ കൊത്തുകൂടാനായിട്ട് ഒരിക്കലും അനുവദിക്കരുത്. കുഞ്ഞിലെ വലുതായതിനു ശേഷം കൊത്തുകൂടാൻ പരസ്പരം അനുവദിക്കാൻ പാടില്ല. നല്ല രീതിയിൽ പോകും. എല്ലാവരും നല്ല വാങ്ങുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടത് മോഹവില അനുസരിച്ച് ഒരുപാട് രൂപയാണ്. ഇത് ഞാനിപ്പോ കൊടുത്തൊക്കെ വിട്ട് അപ്പൊ അവർക്ക് പോയി കൊണ്ട് വളർത്തിയൊക്കെ നല്ല അഭിപ്രായമുള്ള ആൾക്കാർ, പഴയ ആൾക്കാരുണ്ട്. ഞാനങ്ങനെ വിലയും ഒരുപാട് ഇതിനൊന്നും നിൽക്കത്തില്ല. കാരണം മെനക്കേടാണ് ഇവരിങ്ങനെ ഓരോ ചോദ്യത്തിന് പറഞ്ഞിരുന്ന് സാധനം അങ്ങനെ അങ്ങനെയുള്ളവർ വാങ്ങാനും നിൽക്കത്തില്ല. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ മാന്യത്തൊക്കെ ചോദിക്കുന്നിടത്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ മുമ്പൊക്കെ വാങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ എന്നെ കുറിച്ച് അറിയാനുള്ള ആൾക്കാരുണ്ട്. അവര് എന്റെ സ്ഥിരം കുഞ്ഞുങ്ങൾ വന്ന് വാങ്ങുന്നത്. ദൂരേക്ക് ഉള്ളവർ എന്നെ വിളിച്ച് പറയും, ചേട്ടാ എനിക്ക് ഇന്ന അടുപ്പുവാൻ ഒരു പടയൊക്കെ വേണം, കയറ്റിവിടുമെന്ന്. അപ്പൊ അതിന് എക്സ്ട്രാ ചാർജ് വല്ലതും ഈടാക്കോ? അത് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് അവര് വാങ്ങുന്നത്. ഒരു ബോക്സിനൊക്കെ 300 രൂപയാണ് വാങ്ങുന്നത്. 300. ഇനി കുറച്ചുകൂടെ എടുക്കണം. പട്ടട എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. പട്ടട ഫുൾ പൊട്ടമാരി ടൈപ്പ്. 1-2 വെറൈറ്റി എടുക്കണം. ഇത് വളർത്തണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം സെപ്പറേറ്റ് കൂട് വേണം അല്ലേ? മെയിൻ ഇത് സെപ്പറേറ്റ് കൂട് മാത്രം. ബാക്കി കോഴികളെ പോലെ ഒരുമിച്ചിട്ട് വളർത്താൻ പറ്റത്തില്ല. പിന്നെ ഫുഡും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. വരത്തില്ല ഫുഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ.
എങ്ങനെയാണ് ഇതിന് വൈറ്റമിൻസിനൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്? വൈറ്റമിൻസ് ഞാൻ ഈ നമ്മൾ ഈ വെള്ളം പിന്നെ ഇതിന്റെ ഫുഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒന്ന് കൂട് എപ്പോഴും നല്ല ക്ലീൻ നീറ്റ് ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ കാഷ്ടത്തിലൊന്നും ഒരുപാട് ചവിട്ടി നിൽക്കാതെ, പിന്നെ നനവൊന്നും വലുതായിട്ട് അങ്ങനെ പാടില്ല. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്താ ഇതിന്റെ പാത്രങ്ങൾ വെക്കുന്നത്. ഇപ്പൊ ഈ കപ്പുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും രാത്രി ഞാൻ ഇതിനെ കഴുകി ക്ലീൻ ചെയ്ത് ഇതിന്റെ എല്ലാ പാത്രങ്ങളും കൊണ്ടിട്ട് കഴുകി നല്ല നീറ്റ് ആക്കിയിട്ടാണ് കിട്ടുന്നത് ഇതിന്റെ വെക്കുന്നത്. രണ്ടാമത് പഴയ ഇപ്പൊ ഈ നമ്മുടെ ഈ തീറ്റയിൽ തന്നെ വെക്കാൻ നേരത്തെ ഈ ബാജറ ആ തീറ്റ തന്നെ നമ്മൾ വെക്കാൻ നേരത്തെ ചിലപ്പം ഇരുന്നിട്ട് ഇത് 2 ദിവസമൊക്കെ ഇരിക്കുമ്പോ ഇപ്പോഴും മഞ്ഞ് ടൈം അല്ലേ, ഈ ടൈം ആകുമ്പോ ഇത് ചെറിയ പൂപ്പലടിക്കും, നമ്മളത് അറിയത്തില്ല. അടുത്ത് നല്ല കയ്യിൽ നിന്ന് ഇങ്ങനെ ആക്കിയിട്ടൊന്ന് ഊതി നോക്കാൻ ചെറിയ പൊടി കണക്ക് പോകുന്ന അറിയാം. അപ്പൊ ഈ പൂപ്പലുണ്ടെങ്കിൽ അത് ഇതിന് ദോഷം ചെയ്യും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പൂപ്പല് ഇങ്ങനെയുള്ള ഈ ഫുഡിൽ നിന്ന് വരുന്ന അസുഖങ്ങൾ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നേരാക്കി എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ അത് നമ്മൾ ശ്രദ്ധിച്ച് ഒരു കുഴപ്പവും വരത്തില്ല. സാധാ കോഴികളെ പോലെ പെട്ടെന്ന് അസുഖമൊന്നും അങ്ങനെ വരത്തില്ല, നിൽക്കും. കുഞ്ഞുങ്ങളൊന്നും ഒരു പ്രശ്നമില്ല നിൽക്കും. നമുക്ക് മുട്ടയ്ക്ക് വളർത്തും, മുട്ടയ്ക്കും കുഴപ്പമില്ലല്ലോ ഇതിന് കഴിക്കാൻ. നമ്മൾ ഈ മുട്ട കഴിക്കാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തി വിൽക്കും, നല്ല അതിനെക്കാട്ടി നല്ല എമൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മുട്ട ഉപയോഗിക്കുന്നില്ല. സാധാരണ പറയുന്നത് നാടൻ കോഴിയേക്കാളും നല്ല ഗുണമുള്ള മുട്ടയാണ്, കുറച്ച് നല്ല കട്ടിയും ഇതൊക്കെ ഉള്ള മുട്ടയാണ്. പിന്നെ ഇതാണ് വെള്ളത്തിൽ പിന്നെ നമ്മൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ഈ വിമറാള് അല്ലെങ്കിൽ ഗുരുഗോപി പ്ലസ് ഇങ്ങനെയുള്ള ഏതെങ്കിലും മൾട്ടിവിറ്റമിൻ കലക്കി കൊടുക്കും. അതിന്റെ അളവനുസരിച്ച് ഇതിന് കൊടുക്കേണ്ട അളവനുസരിച്ച് കലക്കി കൊടുക്കും. അങ്ങനെ ഇത്രയും ചെയ്യുമ്പോ പിന്നെ വേറെ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഈ ബന്ധുക്കടെ അങ്ങനെ ഇങ്ങോട്ടുള്ള വീടുകളിലോട്ടൊക്കെ മാറ്റിയൊക്കെ ഇടും. കാരണം ഇത് ഒരുപാട് നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പിന്നെ കൂട്ടിന്റെ ഒക്കെ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ പരസ്പരം കൊത്തുകൂടെയൊന്നുമില്ല. കുഞ്ഞുങ്ങളും യുവമാര് ഇതിന്റെ ഇടയിൽ ചിലപ്പോ അടിയൊക്കെ കൂടും. അപ്പൊ ഞാൻ ചെന്ന് പിടിച്ചൊക്കെ മാറ്റി വിടും. ഒന്നിനെ ഇവിടെ ഒന്നിനെ കൊണ്ട് തന്നെ ദൂരെ നിർത്തും. പിന്നെ അങ്ങ് മാറും. ഇതിന് കൂടുതൽ ഈ അടച്ചിട്ട് വളർത്തുമ്പോഴേ അതിന്റെ വളർച്ച കൂടുന്നത്, അത് തുറന്നു വിടുമ്പോഴല്ലേ? തുറന്നു വിടുന്ന കോഴികളാണ് എപ്പോഴും നല്ലത്. തുറന്നു വിടുന്ന കോഴികൾ ഇതിന്റെ ബോഡി നല്ല സ്ട്രോങ് ആയിരിക്കും. തുറന്നു വിട്ട് വളർത്തുന്ന കോഴികൾക്ക് നല്ല ബലമുള്ള കോഴി. ഈ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഇത് കണ്ട സ്കെൽറ്റനൊക്കെ ഇരിക്കണമെങ്കിലും പിന്നെ പിടിക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്നൊക്കെ നല്ല സ്ട്രോങ് നല്ല പവർ ഉള്ളതാണ്. പക്ഷെ കുറച്ച് വസ്തുള്ളവർക്ക് അടച്ചിട്ട് വളർത്തിയാലേ പറ്റത്തുള്ളൂ. ഇതുപോലെ കീരി ശല്യം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. അടച്ചിട്ട് വളർത്താതിരിക്കുക മാക്സിമം. ഓക്കെ. ഈ തീറ്റയൊക്കെ ഇടുമ്പോൾ കുറെ ദിവസം ഇങ്ങനെ തുറന്നു വിട്ട് തീറ്റയൊക്കെ ഇടുമ്പോൾ കുഞ്ഞുങ്ങൾ വരുമൊക്കെ കൊത്തുകൂടൊക്കെ കുറയും. അടുത്തടുത്ത വീഡിയോകൾ പ്രതീക്ഷിക്കാം. ഓക്കെ. ഇത് ആർക്കെങ്കിലും വേണമെന്നുള്ളവർ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം, അതുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഈ സ്ഥലം ക്ലിയർ ആയിട്ടൊന്ന് പറയാം. സ്ഥലം എന്ന് പറയുന്നത് നമ്മളിപ്പം കൊല്ലത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ നിലമേല് മടത്തറ, ഡയറക്റ്റ് കടക്കിൽ മടത്തറ ഒരു 3 കിലോമീറ്റർ ചല്ലിമുക്ക് എന്ന് പറയും. ചല്ലിമുക്ക്. തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞാൽ പാലോട്. തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞവർക്കാണെങ്കിൽ നെടുമങ്ങാട്, പാലോട്, ചല്ലിമുക്ക്. പ്രോപ്പർ ചല്ലിമുക്കാണ്. ഇത് ഇവിടെ വന്നിട്ട് പിന്നെ വേറെ റൂട്ട് കയറി വരണം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വന്നാൽ മതിയല്ലോ. ഓക്കെ. വന്ന് വാങ്ങാൻ പറ്റാത്തവർക്ക് പാഴ്സൽ സർവീസും ഉണ്ടല്ലോ. കറക്റ്റ് ആയിട്ടുള്ള അതനുസരിച്ച് വേണ്ടതാണ്. നമ്പർ ഞാൻ ഇതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇതിൽ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വിളിച്ച് തന്നെ നിങ്ങൾക്ക് നേരിട്ടിലൊന്നും കണക്കാക്കാം.